Hello, dear students. Today we are going to start our new subject CS 309 Graph Theory and Combinatorics. Before moving on to the topics as per the syllabus, you need to know about what does the graph means. So when you think about graph, I think the first picture comes in your mind is something that is represented using x and y axis, isn't it? But here in our subject, the graph is the one you had studied in the data structure. That is the one which consists of some points and the lines connected between them. Now I would like to continue the explanation in Malayalam so all of you will be more comfortable in understanding the topics more clear. Okay, so നമുക്ക് ഗ്രാഫ് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇപ്പോൾ കാണുന്ന ടോപ്പിക്സൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യമേ ഗ്രാഫ് എന്താണ്, ഗ്രാഫ് തിയറിയും കമ്പ്യൂട്ടറും തമ്മിലുള്ള റിലേഷൻ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസിനെയും പറ്റിയിട്ടാണ്. ആ ഗ്രാഫല്ല നമുക്കിവിടെ പഠിക്കേണ്ടത്. നമുക്കിവിടെ കുറേ പോയിൻറ്റ്സും ആ പോയിൻറ്റ്സിനെ കണക്ട് ചെയ്യുന്ന കുറേ ലൈൻസിനെയും പറ്റിയിട്ടുള്ള ഗ്രാഫാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി എന്തായി കമ്പ്യൂട്ടർ സയൻസും ഗ്രാഫും തമ്മിലുള്ള റിലേഷൻ? നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ വി ആർ ഡൂയിങ് സം പ്രോഗ്രാംസ് ഓർ ഡെവലപ്പിംഗ് സം പ്രോഗ്രാംസ് ഫോർ വാട്ട്? ടു സോൾവ് സം പ്രോബ്ലംസ് അല്ലേ? നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ പ്രോബ്ലംസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ പ്രോബ്ലംസിനെ ഗ്രാഫ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യും, ദെൻ അതിനെ പ്രോഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തു, ആ ഗ്രാഫിനെ നമ്മൾ സം അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്നു, അങ്ങനെ നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നു. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ വെച്ച് പറയുവാണെങ്കിൽ, നമുക്കിപ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് കൊട്ടാരക്കര വരെ ഒന്ന് പോകണം. ഓക്കെ, സോ ഫ്രം അവർ കോളേജ് ടു കൊട്ടാരക്കര ദർ ഇസ് മെനി പാത്ത് ഇല്ലേ? നമുക്ക് പാരിപ്പള്ളി ചെന്നിട്ട് കൊട്ടാരക്കരയിൽ പോകാം, അതൊരു പാത്ത്. കൊട്ടിയം വഴി കൊട്ടാരക്കരയിൽ പോകാം, അതൊരു പാത്ത്. ചാത്തന്നൂർ ചെന്നിട്ട് നമുക്ക് വേണമെങ്കിലും കൊട്ടാരക്കരയിൽ പോകാം ടേൺ ചെയ്ത്. അങ്ങനെ പല പാത്തുകളുണ്ട്. അപ്പോൾ നമ്മളീ പറഞ്ഞ നമ്മുടെ കോളേജ്, പാരിപ്പള്ളി, ദെൻ ടു കൊട്ടാരക്കര, അല്ലെങ്കിൽ കൊട്ടിയം, കുണ്ടറ, കൊട്ടാരക്കര, അല്ലെങ്കിൽ ചാത്തന്നൂർ, സം പ്ലേസസ് ടു കൊട്ടാരക്കര. അപ്പോൾ ഈ പറഞ്ഞ ഓരോ പോയിൻറ്റ്സും നമ്മൾ ഇവിടെ എന്താ, ഓരോ പോയിൻറ്റ്സും പ്ലേസസും നമ്മൾ പോയിൻറ്റ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ അതിനെ കണക്ട് ചെയ്യുന്ന റോഡ് നമ്മൾ ലൈൻസായിട്ടും റെപ്രസെൻറ്റ് ചെയ്യും. സോ നമ്മളിവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, നമുക്ക് പാരിപ്പള്ളി വിക്കിസിറ്റിയിൽ നിന്ന് കൊട്ടാരക്കരയിലോട്ടുള്ള ഈസിയസ്റ്റ് പാത്ത് കണ്ടുപിടിക്കണം. ആ ഈസിയസ്റ്റ് പാത്ത് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ദ പ്ലേസസ് ആർ റെപ്രസെൻറ്റഡ് യൂസിങ് സം പോയിൻറ്റ്സ് ആൻഡ് ദ റോഡ് ബിറ്റ്വീൻ ദം ആർ റെപ്രസെൻറ്റഡ് യൂസിങ് ലൈൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നു, ദെൻ അതിൽ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കും. ആ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ സം അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്യാം. ദെൻ അതിനെ നമ്മൾ പ്രോഗ്രാമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ആ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്ത് വിത്ത് ഡിസ്റ്റൻസ് ആയിരിക്കും. സോ ഈ ഒരു സൊല്യൂഷൻ, ഈ ഒരു പ്രോബ്ലമാണ് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ കാണുന്നത് ഇല്ലേ? ഗൂഗിൾ മാപ്പിൽ നമ്മൾ രണ്ട് പ്ലേസസ് അടിച്ചു കൊടുക്കുമ്പോൾ ആ രണ്ട് പ്ലേസസിനും ഇടയ്ക്ക് ഡിഫറെൻറ്റ് പാത്ത് കാണും. അതിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള പാത്തായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ വരുന്നത്. സോ ഈ പറഞ്ഞ ഗൂഗിൾ മാപ്പിലും എല്ലാം നമ്മൾ ഈ പറഞ്ഞ പ്ലേസസിനെ എല്ലാം നമ്മൾ ഓരോ പോയിൻറ്റ്സായിട്ടും അതിനിടയ്ക്കുള്ള ആ ഒരു റോഡ്സിനെയൊക്കെ നമ്മൾ ലൈൻസായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ അവിടെയെല്ലാം ഈ പറഞ്ഞ ഗൂഗിൾ മാപ്പിലെല്ലാം നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ പറഞ്ഞ സൊല്യൂഷൻസിനെയെല്ലാം പ്രോബ്ലത്തിനെയെല്ലാം നമ്മൾ ഗ്രാഫിക്കലി ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ
ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് തിയറിയും കമ്പ്യൂട്ടർ സയൻസും തമ്മിലുള്ള ലിങ്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ഇല്ലേ? ദാറ്റ് മീൻസ് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു റെപ്രസെൻറ്റ് ദാറ്റ് പ്രോബ്ലംസ് ഇൻ ഗ്രാഫ്. ദെൻ വി ക്യാൻ അപ്ലൈ സം അൽഗോരിതംസ് ടു ഗെറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദാറ്റ് പ്രോബ്ലംസ്. സോ ഇതാണ് നമ്മുടെ ഗ്രാഫ് തിയറിയും കമ്പ്യൂട്ടർ സയൻസും തമ്മിലുള്ള ലിങ്ക്. അപ്പം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഈ പറഞ്ഞ ടോപ്പിക്സൊക്കെയാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് സം ഇൻട്രൊഡക്ടറി കൺസെപ്റ്റ്സ്, ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ്. 4 ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് എക്സാമ്പിളിൽ പഠിക്കാനുള്ളത്. ദെൻ ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് ഗ്രാഫ്, ഇൻസിഡൻസ് ആൻഡ് ഡിഗ്രി, ഐസൊലേറ്റഡ് വേർട്ടെക്സ്, പെൻഡന്റ് വേർട്ടെക്സ്, null graph, path and circuit, isomorphism, subgraphs, works, path and circuit, connected graph and disconnected graph. So first, some basic definitions regarding the graph. Okay, so what is a graph? Graph means, for example, this is a graph. എന്താണ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അതിനെ കണക്ട് ചെയ്യുന്ന കുറച്ച് ലൈൻസ് ഉണ്ട്. ഈ പോയിൻറ്റ്സിനെ നമ്മൾ വേർട്ടിസസ് എന്ന് പറയുന്നു. ആ വേർട്ടിസസിനെ കണക്ട് ചെയ്യുന്ന ലൈൻസിനെ നമ്മൾ എഡ്ജസ് എന്ന് പറയും. സോ ഗ്രാഫ് മീൻസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൺലി 2 things, a set of vertices and a set of edges. So a graph is represented by using a capital letter G which consists of V and T. V means a set of vertices and E means the set of edges. Okay, so the definition is a graph G equal to VE consists of a set of objects, that is V, that is a set V1, V2 up to Vn called vertices, and another set E, E1, E2 up to En called edges. And each edge is identified with Vi, Vj of vertices. That means ഒരു ഗ്രാഫിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ജി ഈക്വൽ ടു വി ഇ എന്ന് പറഞ്ഞതാണ്. അതിൽ വി എന്ന് പറയുന്നത് ഒരു സെറ്റാണ്, ഇ എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. വി എന്ന് പറയുന്ന വേർട്ടിസസിൻ്റെ സെറ്റാണ്, ഇ എന്ന് പറഞ്ഞ എഡ്ജസിൻ്റെ സെറ്റാണ്. സോ capital V equal to small v1, v2 up to vn means the number of vertices, and small capital E equal to small e1, e2 up to en be the number of edges. N be the number of vertices and n be the number of edges. ഇനി നമ്മൾ ഇതിൽ ഓരോ എഡ്ജിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ എഡ്ജിൻ്റെ വേർട്ടിസസ് വെച്ചിട്ടായിരിക്കും. ദാറ്റ് മീൻസ് ഹിയർ ദിസ് ഈസ് എ ഗ്രാഫ്. It consists of 3 vertices and unnamed vertices are V1, V2 and V3. The edges are A, B, C. So here V equal to set of V1, V2, V3 and E equals A, B, C. Okay. V1, V2, V3, A, B, C. അപ്പോൾ ഇവിടെ സി എന്ന് പറഞ്ഞൊരു എഡ്ജിനെ നമ്മൾ എങ്ങനെയായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? സിയുടെ എഡ്ജസ് എന്ന് പറഞ്ഞാൽ, സിയുടെ വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? V2ഉം V3, വേർട്ടെക്സ് സെറ്റിലുള്ള V2, V3. അപ്പോൾ ഓരോ എഡ്ജിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ വേർട്ടിസസ് യൂസ് ചെയ്തിട്ടായിരിക്കും. അതിൻ്റെ എൻഡ് വേർട്ടിസസ്, അതായത് ഒരു എഡ്ജിൻ്റെ 2 സൈഡിലുമുള്ള വേർട്ടിസസിനെ നമ്മൾ എൻഡ് വേർട്ടിസസ് എന്നാണ് പറയുന്നത്. ആ എൻഡ് വേർട്ടിസസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ എഡ്ജിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ വേർട്ടിസസ് വി ആൻഡ് വി ജെ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് എഡ്ജ് ഇ കെ ആർ കാൾഡ് ദ എൻഡ് വേർട്ടിസസ് ഓഫ് ഇ കെ. ഒരു എഡ്ജിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ വേർട്ടിസസ് യൂസ് ചെയ്തിട്ടായിരിക്കും. ആ വേർട്ടിസസിനെ എൻഡ് വേർട്ടിസസ് അല്ലെങ്കിൽ ടെർമിനൽ വേർട്ടിസസ് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ ഗ്രാഫ്? ഗ്രാഫ് ഈക്വൽ ടു വി ഇ. വി ഈസ് ദ വേർട്ടിസസ് സെറ്റ് ആൻഡ് ഇ ഈസ് ദ edges set, and each edge is represented using 2 vertices that is located on both of its end side, and that vertices is known as end vertices. Okay, then നമ്മളൊരു ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ മോസ്റ്റ് കോമൺ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താ? ഈ പറഞ്ഞതുപോലെ പോയിൻറ്റ്സും അതുപോലെ വേർട്ടിസസും ആയിരിക്കും. ഈ പറഞ്ഞ പോലെ പോയിൻറ്റ്സും ലൈൻസും ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ ഗ്രാഫിലുള്ള വേർട്ടിസസിനെ പോയിൻറ്റ്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു,
ദെൻ ഇൻ ബിറ്റ്വീനുള്ള എഡ്ജസിനെ നമ്മൾ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. So the most common representation of a graph is by means of a diagram in which the vertices are represented using points and each edge is represented as a line segment joining its end vertices. Okay. The next topic is self-loop and parallel edges. Okay. Suppose it's a graph. V1, V2, V3 and the edges are E1, E2, E3. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ E3 എന്ന് പറഞ്ഞൊരു എഡ്ജ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ വേർട്ടിസസ് ഏതൊക്കെയാണ്? V2ഉം V3 ആണ്. ഇനി ഞാനൊരു എഡ്ജ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡ് വേർട്ടിസസ് രണ്ടും സെയിം ആണെങ്കിൽ I am considering an edge and both of its end vertices are same. അപ്പോൾ ആ എഡ്ജ് എങ്ങനെയായിരിക്കും വരുന്നത്? ഒരു എഡ്ജിൻ്റെ ഫോർ എക്സാമ്പിൾ ഒരു എഡ്ജിൻ്റെ രണ്ട് എൻഡ് വേർട്ടിസസിലും സെയിം വേർട്ടെക്സ് ആണ് ആസ് പെർ ദ ഡയഗ്രാം V3 ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു എഡ്ജിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. കണ്ടോ, ഈ ഒരു എഡ്ജ് ഞാനതിന് E4 എന്ന് ലേബിൾ ചെയ്യുന്നു. E4ൻ്റെ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സും V3 ആണ്, എൻഡിങ് വേർട്ടെക്സും V3 ആണ്. ആൻഡ് ഹിയർ E4 ഈസ് ടേംഡ് ആസ് സെൽഫ് ലൂപ്പ്, അതായത് ഒരു ലൂപ്പിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും വരുന്നത്. സോ സെൽഫ് ലൂപ്പ് ഈസ് എൻ എഡ്ജ് ഹാവിങ് സെയിം വേർട്ടെക്സ് ആസ് ബോത്ത് ഇറ്റ്സ് എൻഡ് വേർട്ടിസസ്. ഒരു എഡ്ജിൻ്റെ രണ്ട് എൻഡ് വേർട്ടിസസും സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ സെൽഫ് ലൂപ്പ് എന്ന് പറയും. ഇനി ഞാൻ V1ഉം V2നും ഇടയ്ക്കൊരു എഡ്ജുണ്ട് E1. ഞാൻ വേറൊരു എഡ്ജും കൂടെ വരയ്ക്കുവാണ്. അതിനെ ഞാൻ E5 എന്ന് റെപ്രസെൻ്റ് ചെയ്തു. സോ ഹിയർ എ പെയർ ഓഫ് വേർട്ടിസസ് V1 ആൻഡ് V2 ഈസ് ഷെയർഡ് ബൈ ടു എഡ്ജസ്. രണ്ട് എഡ്ജിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ട് എഡ്ജിൻ്റെയും എൻഡ് വേർട്ടിസസ് എന്ന് പറയുന്നത് സെയിം പെയർ ഓഫ് വേർട്ടിസസ് ആണ്. അങ്ങനെയുള്ള എഡ്ജസിനെയാണ് നമ്മൾ പാരലൽ എഡ്ജസ് എന്ന് പറയുന്നത്. സോ ഹിയർ E5 ആൻഡ് E1 രണ്ടിൻ്റെയും എൻഡ് വേർട്ടിസസ് എന്ന് പറയുന്നത് V2 ആൻഡ് V1 ആണ്. സോ E5 ആൻഡ് E1 ആർ parallel edges. So the definition is, if more than one edge is associated with a given pair of vertices, ഒരു പെയർ ഓഫ് വേർട്ടിസസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് വേർട്ടിസസിനെ ഷെയർ ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ എഡ്ജസ് ഉണ്ടെങ്കിൽ then such edges are termed as parallel edges. Okay, so this is an example. Here ഈ പടം ഫിഗർ നോക്കുമ്പോൾ ഗ്രാഫ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്താ E5 എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും V1 ആണ്. സോ E5 ഈസ് എ സെൽഫ് ലൂപ്പ് ആൻഡ് E6ഉം E7ഉം കൺസിഡർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ V2 ആൻഡ് V4 ആണ് അതിൻ്റെ എൻഡ് വേർട്ടിസസ്. സോ ഹിയർ E6 ആൻഡ് E7 ആർ പാരലൽ എഡ്ജസ്. സോ self loop means an edge having same vertex as both its end vertices, and parallel edges means more than one edges is associated with a given pair of vertices, then such edges are termed as parallel edges. Then the next is a simple graph. Simple graph means ഒരു ഗ്രാഫിൽ ഈ പറഞ്ഞ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സെൽഫ് ലൂപ്പോ അല്ലെങ്കിൽ പാരലൽ എഡ്ജോ ഒന്നും ഇല്ലെങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ ഗ്രാഫ് എന്നാണ് പറയുന്നത്. സോ എക്സാമ്പിളിൽ സിമ്പിൾ സെൽഫ് ലൂപ്പോ അല്ലെങ്കിൽ പാരലൽ എഡ്ജസോ ഒന്നും തന്നെയില്ല. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സിമ്പിൾ ഗ്രാഫ്. സോ എ ഗ്രാഫ് ദാറ്റ് ഹാസ് നെയ്തർ സെൽഫ് ലൂപ്പ് നോ പാരലൽ എഡ്ജസ് ഈസ് കോൾഡ് എ സിമ്പിൾ ഗ്രാഫ്. Then the last is finite and infinite graph. Finite graph means it consists of set of vertices and edges which is ഫൈനൈറ്റ് കൗണ്ട്. നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് പറയുകയാണെങ്കിൽ നമുക്കതിനകത്ത് നമ്പർ ഓഫ് എഡ്ജസും അതുപോലെ നമ്പർ ഓഫ് വേർട്ടിസസും നമുക്ക് ഫൈനൈറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്കതിനെ കൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഫൈനൈറ്റ് ഗ്രാഫ് എന്ന് പറയാം. നമ്പർ ഓഫ് എഡ്ജസ് അല്ലെങ്കിൽ വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ അതിനെ ഇൻഫൈനൈറ്റ് ഗ്രാഫ് എന്ന് പറയാം. ആ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് ഗ്രാഫിലെ നമ്പർ ഓഫ് എഡ്ജസ് ആൻഡ് നമ്പർ ഓഫ് വേർട്ടിസസ് എന്ന് പറയുന്നത് നമുക്കതിനെ കൗണ്ട് ചെയ്യാൻ പറ്റും. 4 edges and 4 vertices. In the second ഗ്രാഫിൽ നമുക്ക് വേണമെങ്കിൽ വേർട്ടിസസ് കൗണ്ട് ചെയ്യാം. ബട്ട് ഇവിടെ എന്താ
എഡ്ജസിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ഒരു ടെർമിനേഷൻ വരുന്നില്ല. ദാറ്റ് മീൻസ് ഈ ഒരു ഫിഗർ കാണിക്കുന്നത് ഒരു കണ്ടിന്യൂഷനാണ്. അതായത് ഇനി ഇവിടെ വീണ്ടും എഡ്ജ് വരാം എന്നുള്ളൊരു കണ്ടിന്യൂഷനാണ്. അവിടെ ഒരു പെർഫെക്ഷൻ ഇല്ല. സോ അത് ഇൻഫൈനൈറ്റ് ആണ്. അതിനാണ് നമ്മൾ ഇൻഫൈനൈറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. So a graph with a finite number of vertices as well as finite number of edges is called finite graph. Otherwise, the graph is termed as infinite graph. Okay, I hope all of you understand the concepts that we discussed, like what is a graph which consists of v and t, vertex set and edge set, and each edge is identified using a pair of vertices called end vertices. Then what is a self loop, what is a parallel edge, then a simple graph, finite and infinite graph. Okay, thank you.